ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 1856. ഇന്ന് ജനുവരി മാസം 29-ാം തീയതി. വിശുദ്ധനായ മർക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 18-ാമത്തെ തിരുവചനം ക്രിസ്തുയേശു പറയുകയാണ്, കണ്ണുണ്ടായിട്ടും നിങ്ങൾ കാണുന്നില്ലേ, ചെവിയുണ്ടായിട്ടും നിങ്ങൾ കേൾക്കുന്നില്ല. ഇത് ഇന്നും നമ്മൾ ഓരോരുത്തരോടും യേശു ചോദിക്കുന്ന, യേശു സങ്കടപ്പെടുന്ന, യേശു ശരിക്കും ആശ്ചര്യപ്പെടുന്ന ഒരു കാര്യമാണ്. എന്തുകൊണ്ടാണ് കണ്ണുണ്ടായിട്ടും നമ്മൾ കാണാതെയും കാതുണ്ടായിട്ടും കേൾക്കാതെയും പോകുന്നത്? ഒന്നിനോടും പ്രതികരിക്കാതിരുന്നാൽ സത്യം പറയാതെ ഒന്നും നമുക്ക് നഷ്ടപ്പെടില്ല കേട്ടോ. ഒന്നും നഷ്ടപ്പെടില്ല. ഒന്നും അറിഞ്ഞിരുന്നില്ല എന്ന് നടിക്കുന്നത് കൊണ്ട് ഉള്ള നമ്മുടെ സൽപ്പേരും സർവഗുണ സമ്പന്നൻ എന്ന ശീർഷകവുമൊക്കെ ഒരു കോട്ടവും പോറലും തട്ടാതെ അങ്ങനെ തന്നെ സംഭവമായി തന്നെ നിലനിൽക്കും. എന്നാൽ ചുറ്റും കണ്ണോടിച്ചാൽ, എന്തെങ്കിലുമൊക്കെ കണ്ടു തുടങ്ങിയാൽ പരിഹാരം കണ്ടെത്താൻ പറ്റുന്ന ഒട്ടേറെ കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടും. പക്ഷേ ഒരു ചെറിയ കുഴപ്പമുണ്ട്. അപ്പോൾ സ്വന്തം സൗകര്യങ്ങൾക്കും അതുവരെ അനുഭവിച്ചുകൊണ്ടിരുന്ന സന്തോഷത്തിനും സുഖത്തിനും ഒക്കെ കുറച്ച് തടസ്സമുണ്ടാവും. അതുകൊണ്ടാണ് പലതിന്റെ നേരെ നമ്മൾ കണ്ണും കാതും ബോധപൂർവം അടയ്ക്കുന്നത്. രണ്ട് കൂട്ടുകാർ ബസ്സിൽ യാത്ര ചെയ്യുകയാണ്. കാഴ്ചകളൊക്കെ കണ്ട് വിശേഷങ്ങളൊക്കെ പങ്കുവെച്ച് അവരിത് നന്നായി ആഘോഷിച്ചാണ് മുന്നേറുന്നത്. കുറച്ച് മുമ്പോട്ട് കഴിഞ്ഞപ്പോ ബസ്സിൽ നല്ല തിരക്കായി. ആളുകൾ തിക്കി തിരക്കി നിന്നുകൊണ്ട് യാത്ര ചെയ്യാൻ തുടങ്ങി. അതോടുകൂടി കൂട്ടുകാൽ ഒരാള് കണ്ണടച്ച് ഉറക്കം നടിച്ചിരിക്കാൻ തുടങ്ങി. അയാളിൽ ഇങ്ങനെയൊരു ഭാവമാറ്റം പെട്ടെന്നുണ്ടായപ്പോ എന്താണ് കാരണമെന്ന് കൂട്ടുകാരൻ അവനോട് ചോദിച്ചു. അവൻ പറയുകയാണ്, ബസ്സിൽ എന്തുമാത്രം ആളുകൂടി, സ്ത്രീകളും വൃദ്ധരും കുട്ടികളും ഒക്കെ. ഈ തിക്കിത്തിരക്കില് ഇവരൊക്കെ എന്തുമാത്രം കഷ്ടപ്പെടുന്നുണ്ട്. ഇതൊന്നും കാണാനുള്ള കരുത്തെനിക്കില്ല. വല്ലാത്ത ആത്മഭാരമുണ്ട്. അതുകൊണ്ട് ഞാൻ കണ്ണടച്ചിരിക്കുകയാണ്. അതേന്നെ നമ്മളും നമ്മുടെ പരിസരത്തെ സകല കാഴ്ചകളോടും ഇങ്ങനെയാണ് പ്രതികരിക്കുന്നത്. ഒന്നിനോടും പ്രതികരിക്കാതിരുന്നാല് ശരിയാണ്, ഒന്നും നഷ്ടപ്പെടില്ല. എന്തെങ്കിലുമൊക്കെ കണ്ടു തുടങ്ങുമ്പോ ഞാൻ ശ്രമിച്ചാലും അവയ്ക്ക് ചില കുഞ്ഞു പരിഹാരങ്ങൾ ആകാം എന്നൊരു തോന്നലുണ്ടാവും. അവിടെ എനിക്ക് ചില കുഞ്ഞു കുഞ്ഞു നഷ്ടങ്ങളും സഹനങ്ങളും ഉണ്ടാവും. ക്രിസ്തുയേശുവിന്റെ ഓർമ്മപ്പെടുത്തലിലേക്ക് മടങ്ങിപ്പോയാൽ, കണ്ണുണ്ടായിട്ടും നിങ്ങൾ എന്തുകൊണ്ട് കാണുന്നില്ല, കാതുണ്ടായിട്ടും എന്തുകൊണ്ട് കേൾക്കുന്നില്ല. ആമേൻ.